السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജിലെ 1 മുതൽ 5 വരെയുള്ള വചനമാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാ അല്ലാഹ് 6 മുതലുള്ള വചനം നമുക്കിന്ന് ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഖുർആൻ എല്ലാവരും ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ഒന്നുകൂടി ഓതാം. إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ ഒന്ന്, ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഷദ്ദുൽ നൂന് മണിച്ചോതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നഹും യറൗനഹു കഴിഞ്ഞിട്ടൊരു കുഞ്ഞു വാവുണ്ട്, ഒരു ചെറിയൊരു വാവ്. ഹൂ ജസ്റ്റ് നീട്ടാൻ വേണ്ടി. ബഈദ വനറാഹു ഖരീബ. ഖ വായ നിറച്ചാക്കി പറയാൻ ശ്രദ്ധിക്കുക. ഖ ഖരീബ. യൗമ തകൂനു സ്സമാഉ കൽ മുഹ്ൽ. സമാ എന്നുള്ളത് ലോങ് മദ്ദാണ്. അസ്സമാഉ 4-5 ഹർക്കത്ത് എൻ്റെ പരിധി വരെ നീട്ടുക എന്നുള്ളതാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്ൻ. ഐന് എന്ന് കസ്റാണ്, ഇഹ്നാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ എന്നുള്ള തൻവീൻ അവിടെ എന്താക്കണം, ക്ലിയർ ആക്കി ഉച്ചരിക്കണം. ഹമീമുൻ ഹമീമ. മൻ മിൻ മുൻ ദമ്മത്തേനെയാണുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മുൻ എന്ന് വെളിവാക്കി പറയ ശേഷം ഹ വരുന്നത് കൊണ്ടാണ് ഹമീമുൻ ഹമീമ എന്ന് പറയുന്നത്. യുബസ്വറൂനഹും അവിടെ നമുക്ക് വഖഫ് ചെയ്യാം. ജീമ് ചെറിയൊരു കുഞ്ഞ് ജീമ് കണ്ടില്ലേ, അവിടെ ജായിസാണ്, നമുക്ക് നിർത്താം അവിടെ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി. മിൻ ആ നൂനിനെ മിൻ വെളിവാക്കി പറയാ. യൗമി ഇദിൻ ബിബനിഹ് പലപ്പോഴും ഓതുമ്പോൾ തെറ്റിപ്പോകുന്നൊരു ഭാഗമാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ യൗമ ഇതിൻ നമ്മൾ ഓതാറുള്ളത്. ഇവിടെ മീമിന് കസ്റയാണ് വരുന്നത്. യൗമി ഇതിൻ എന്നാണ് വേണ്ടത്. യൗമി ഇതിൻ, യൗമി എന്നാണ് വരെ.
ഓതുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും പല ആളുകൾ ഓതുമ്പോൾ തെറ്റുന്ന ഒരു വേർഡാണ് യൗമി ഇതിൻ എന്നുള്ളത് യൗമ ഇതിൻ എന്ന് ഓതി പോവാറുണ്ട്. അപ്പൊ യൗമി ഇതിംബി ബനീഹി എന്നാണ്. ദിംബി അവിടെ സാക്കിന നൂനിന് ശേഷം ബ ആണ് വരുന്നത്. ബ ലെറ്റർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൂനിന്റെ സൗണ്ട് മീമിന്റെ സൗണ്ട് ആക്കി മാറ്റും. അപ്പൊ യൗമി ഇതിംബി ബനീ, അതാണ് അതിൻ എൻ്റെ മുകളിൽ കുഞ്ഞി മീം ഇട്ടിരിക്കുന്നത്. പിന്നെ വസ്വാഹിബത്തിഹി വ അഖീ, അഹി ഹ് പറയാൻ ഓങ്ങി നിന്നാൽ മതി. ഹ് എന്ന് വെളിവാക്കി പറയേണ്ടതില്ല, ക്ലിയർ ആക്കി പറയേണ്ടതില്ല. ബിബനീ വ അഖീ അങ്ങനെയാണ് പറയേണ്ടത്. അതേപോലെ വ ഫസുയിലത്തിഹി ലത്തി തുവീ, തുവീ അങ്ങനെ. വമാ ഫിൽ അർളി അവിടെ ഇഖ്ഫാണ്, അവ്യക്തമാക്കി മണിക്കണം. വമാ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, അവിടെ നിയമങ്ങൾ ഒന്ന് വമാ ഫി എന്നുള്ളത് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. ജമീഅൻ അവിടെയും ഇഖ്ഫാണ്, അവ്യക്തമാക്കി മണിക്കണം. സുമ്മ ഷദ്ദുല മീം മണിച്ചോദനം. യോജി യോജി അവിടെ ഇഖ്ഫ ആണ്, ക്ലിയർ അവ്യക്തമാക്കിയിട്ട് ക്ലിയർ ആക്കാതെ മണിക്കുകയും ചെയ്യണം. യോജി അങ്ങനെ. ഇപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും. സംഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ചോദിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്. അവിശ്വാസികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ അദാബ് എന്താണ് വരാത്തത്, എന്താ അദാബ് കാണാത്തത്, ഞങ്ങളൊന്ന് കാണട്ടെ, ഒന്ന് വരട്ടെ, അങ്ങനെയൊക്കെ പിന്നെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള സംസാരമാണ്. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ, ഇനി അങ്ങനെ വന്നാലോ കാഫിരീങ്ങൾക്ക് അതിനെ തടയാനുള്ള ഒരു വകുപ്പുമില്ല. ഒന്നും ഒരു മനുഷ്യന് ഒന്നും അവൻ്റെ കയ്യിലില്ല. നമുക്ക് വളരെ വ്യക്തമാണ് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ, ഒന്നുകൂടി നമുക്ക് വ്യക്തമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണ് നനയുന്ന, ഹൃദയം പടയ്ക്കുന്ന വല്ലാത്ത രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര എത്ര വലിയ വലിയ പൈസക്കാർ, ഒരുപാട് സ്വത്തും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ ഒരു അദാബ് വരുമ്പോൾ അള്ളാഹ് പറഞ്ഞ വലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ എന്നുള്ള ആയത്തിന് നമുക്ക് ശരിക്കും വല്ലാതെ ചിന്തിക്കാനുള്ള വകുപ്പുണ്ട്. എന്തെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ അദാബ് വരുമ്പോൾ അള്ളാഹ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവാം. പക്ഷേ ഒരു അദാബ് വരുമ്പോൾ തടുത്തു വെക്കാൻ ആർക്കാണ് കഴിയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിൻ്റെ നടപടിക്രമത്തെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചും അള്ളാഹു വ്യക്തമായ വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരീക്ഷണമാണ്, പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ഭൂകമ്പങ്ങളുണ്ടാവും. അവസാന നാളാകുമ്പോൾ ഈ ഭൂകമ്പങ്ങളും കാര്യങ്ങളൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കുമെന്നുള്ള നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും നമുക്കൊരു വിശ്വാസിക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. അവിശ്വാസികൾക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവൻ്റെ കഴിവുകളെ കുറിച്ച് അവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്, ഓരോ വിഷയങ്ങളും. അപ്പോൾ അതിൽ മആരിജിൻ്റെ ഉടമസ്ഥനാണ് അവൻ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹുവിൻ്റെ അടുക്കൽ മലക്കുകൾ, അതേപോലെ റൂഹുൽ അമീൻ ജിബ്രീലും കയറിപ്പോകുന്ന ദിവസത്തെക്കുറിച്ച്, അത് എന്താണ്, 50,000 സനയാണ്, 50,000 വർഷത്തെ കണക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷമാണ്. അതാണ് 50,000 സന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫസ്ബിർ സുബ്റൻ ജമീല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ ചോദിക്കട്ടെ, പറയട്ടെ, കളിയാക്കട്ടെ, എന്തുമാവട്ടെ, താങ്കൾ എന്ത് ചെയ്യൂ? ഫസ്ബിർ, ക്ഷമിക്ക്, സുബ്റൻ ജമീല, ഭംഗിയായ ക്ഷമ കൈകൊള്ളാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഒരു കണക്ഷൻ ഇല്ലാതെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാനൊന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തത്. ശരി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും തീർച്ചയായും അവർ, ഇന്നഹും ഹുവ ഹുമാ ഹും, ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ കുറേ പേർ. ഇന്നഹും തീർച്ചയായും അവർ, യറൗനഹു, റഅ എന്നുള്ള പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഅ യറാ, റഅ എന്ന് വെച്ചാൽ കണ്ടു എന്നാണ്, യറാ കാണുന്നു. യറൗനഹു, ഇന്നഹും തീർച്ചയായും അവർ, യറൗനഹു അവർ അത് കാണുന്നു, അവർ അതിനെ കാണുന്നു. യറൗന അവർ കാണുന്നു, ഹു അതിനെ.
അതിനെ അവർ കാണുന്നു. എങ്ങനെ? ബഈദൻ, ദൂരെ. ബഈദ് വിദൂരതയിൽ, അകൽച്ചയിൽ എന്നൊക്കെയാണ് ബഈദ്. അപ്പോൾ തീർച്ചയായും അവർ അതിനെ കാണുന്നത് അതിവിദൂരതയിലാണ്. ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാത്ത, അതൊന്നും സംഭവിക്കേയില്ല, എത്രയോ വിദൂരതയിലാണ് അവർ കാണുന്നത്. ഇന്നഹും യറൗനഹു, എന്തിനെ കാണുന്നത്? അവർ അദാബിൻ വാഖിഅ എന്ന് പറയുന്ന വരാനിരിക്കുന്ന ശിക്ഷ, ഖിയാമത്ത് നാൾ, പരലോകം, അതൊക്കെ എന്താണ്? അതെല്ലാം അവർ എത്രയോ അകലെയായിട്ടാണ് അവർ കാണുന്നത്. ഇന്നഹും യറൗനഹു ബഈദ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ നറാഹു, നാം അതിനെ കാണുന്നു. നറ, നാം കാണുന്നു. നറാഹു, നാം അതിനെ കാണുന്നു. ഖരീബൻ, ഖരീബൻ എന്ന് വെച്ചാൽ അടുത്ത്. അപ്പോൾ ബഈദ്, ഖരീബ്, ബഈദിന്റെ ഓപ്പോസിറ്റാണ് ഖരീബ് എന്നുള്ളത്. ബഈദ് ദൂരെ, ഖരീബ് അടുത്ത്. അപ്പോൾ വനറാഹു ഖരീബ, നാം അതിനെ അടുത്ത് കാണുന്നു. അവർ അത് അതിവിദൂരതയിൽ കാണുന്നു, പക്ഷെ നാം അതിനെ അടുത്ത് കാണുന്നു. ഇപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് ദൂരമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ഖിയാമത്ത് നാളുമായിട്ട് വളരെ അടുത്താണുള്ളത് എന്നാണ്. വിരലുകൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ റസൂലും എൻ്റെ ഉമ്മത്തിങ്ങളും അതേപോലെ തന്നെ അവസാന നാളുമായിട്ടുള്ളത്. കാരണം ഇനി വേറെ പ്രവാചകന്മാരില്ലല്ലോ, അവസാന നബിയാണല്ലോ നമ്മുടെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു അള്ളാഹുവിൻ്റെ ഒരു പിന്നെ ഓർഡർ, പിന്നെ അനുമതി കിട്ടിയാൽ മതി ഈ ലോകം അവസാനിക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകമായി മലക്കിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വമാ അംറുന ഇല്ല വാഹിദത്തുൻ കലംഹിൽ ബസ്വർ എന്ന് പറയുന്നുണ്ട്. സൂറത്തു ഖമറിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്ന സമയം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ശരിക്കും ഒരു കണ്ണ് ഇമ വെട്ടുന്ന അത്രയേ സമയം വേണ്ടു. അത് അവസാനിക്കാന്ന് പറയുന്നത് അത്ര സമയം മതി. കണ്ണ് ഇമ വെട്ടുന്ന നേരം കൊണ്ടത് തീരുമെന്നാണ്. പക്ഷേ പലപ്പോഴും ഈ അടുത്ത് നിൽക്കുന്ന ഈ അന്ത്യനാളിനെ കുറിച്ച് മനുഷ്യന്മാർ, അധിക ആളുകൾ അശ്രദ്ധരാണ്. സൂറത്തുൽ അംബിയ തുടങ്ങുന്ന നിങ്ങളൊന്ന് ഓതി നോക്കൂ. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, അള്ളാഹു പറയുന്നുണ്ട്, ഇഖ്തറബ ലിന്നാസി ഹിസാബഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യന്മാർക്ക് ഹിസാബ്, അവരുടെ അന്ത്യനാൾ, അവരുടെ കണക്ക് നോക്കൽ, അത് ഇഖ്തറബ, അത് അടുത്ത് കഴിഞ്ഞു, എത്രയോ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരെല്ലാവരും ഗഫ്ലത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാന്ന്. ഗഫ്ലത്ത് എന്ന് വെച്ചാൽ അശ്രദ്ധയിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെക്കുറിച്ച് തന്നെ അള്ളാഹ് പറയുന്നത്. ഇത് പരലോക ജീവിതം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ ആർക്കാണ് ഈ ദുനിയാവിൽ ഇപ്പം നേരെയുള്ളത്? ആർക്കും നേരെയില്ല. അപ്പം അള്ളാഹ് പറയാ, ഹിസാബ് എത്തിയിട്ടുണ്ട്, മനുഷ്യന്മാർക്ക് ഹിസാബ് എത്തിക്കഴിഞ്ഞു, ഖിയാമത്ത് നാളിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു. പക്ഷേ മനുഷ്യന്മാർ അധിക ആളുകളും അശ്രദ്ധയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ അള്ളാഹു മനുഷ്യർ വളരെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിവിദൂരതയിൽ കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അത് അതിവിദൂരതയില്ല, നാം അത് വളരെ അടുത്താണ്. അള്ളാഹുവിൻ്റെ ഒരു ചെറിയൊരു അനുമതി കിട്ടിയാൽ ആ സമയത്ത് ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്നതോടുകൂടി ഈ ലോകം അവസാനിക്കുകയാണ്. ഫഇദാ നുഖിറ ഫിന്നാഖൂർ, കാഹളത്തിൽ ഊതപ്പെടാൻ അത് കൽപ്പന കിട്ടുമ്പോൾ കാഹളത്തിൽ ഊതുന്നതോടുകൂടി ഈ ലോകം അവസാനിക്കുകയാണ്. സൂറത്തുൽ മുദ്ദസ്സിറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ശരി, അതേ ഫഇദാ നുഫിഖ, ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു അതേപോലെയുള്ള പ്രയോഗം പറയുന്നുണ്ട്. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അതിന് ശേഷമായി കൊണ്ട് പറയുന്നു, ആ സമയം യൗമ തകൂനു സമാ, യൗമ അതൊരു ദിവസമാണ്, തക്കൂനു അത് ആയിത്തീരുന്നു, അസ്സമാ ആകാശം, സമാ ആകാശം അറിയാലോ. അപ്പം ആകാശം ആയിത്തീരുന്ന ദിവസം എന്തുപോലെ ആയിത്തീരുന്നു? കൽ മുഹിൽ, മുഹിൽ എന്ന് വെച്ചാൽ ഉരുകിയ ലോഹത്തിനാണ് പറയാ, ഉരുകിയ ലോഹം, അതിനാണ് മുഹിൽ എന്ന് പറയാം. അപ്പൊ ആകാശം ഉരുകിയ ലോഹം പോലെ ആയിത്തീരുന്ന ദിവസം, അന്നത്തെ ദിവസമാണ്. ആകാശത്തെ കാണാൻ പറ്റില്ല, അത് ഉരുകിയ ലോഹം പോലെ ആയിത്തീരുമെന്നാണ്. എണ്ണക്കിടം അഥവാ ലോഹം, ദ്രാവകം എന്നൊക്കെയാണ് അതിന് പറയാം, മുഹിലിന്. അതേപോലെ തന്നെ വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങൾ ആയിത്തീരുന്നു. ജബല് അതിൻ്റെ ജം ആണ്, അതിൻ്റെ പ്ലൂരലാണ് ജിബാൽ എന്നുള്ളത്. ജബല്, ജിബാൽ,
മൗണ്ടെയിൻ, പർവ്വതം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ പർവ്വതങ്ങളായിത്തീരുന്നു എങ്ങനെ? കൽ എഹിൻ. എഹിൻ എന്ന് വെച്ചാൽ കടഞ്ഞെടുത്ത രോമത്തിനാണ് പറയാം. സൂറത്തുൽ ഖാരിയയിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ ആകാശം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടിയാണ് ശരിക്കും ആകാശം എന്ന് പറയുന്നത്. മനുഷ്യൻ നോക്കുമ്പോൾ അവൻ കാണുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ആകാശം. ആ ആകാശം എന്ന് പറയുന്നത് ഉരുകിയ ലോഹം പോലെ ആയിത്തീരുകയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ആകാശത്തെ അള്ളാഹു പിന്നെ കടലാസ് ചുരുട്ടുന്നത് പോലെ കയ്യിൽ ചുരുട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആകാശം എന്ന് പറയുന്നത് എത്ര വലിയ സൃഷ്ടിയാണ്. എത്ര അതിൻ്റെ ആ ഒരു അത്രയും വലിയ സൃഷ്ടി പോലും അവസാന നാളാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കടലാസ് ചുരുട്ടുന്ന പോലെ അവൻ കയ്യിൽ ചുരുട്ടുമെന്നാണ്. അതേപോലെ തന്നെ ഉരുകിയ ലോഹം പോലെ ആയിത്തീരുകയാണ്. പിന്നെ ഭൂമിയിൽ കാണുന്നതിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് സത്യത്തിൽ പർവ്വതം എന്ന് പറയുന്നത്. അതെന്താണ്? അത് ശരിക്കും കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരുകയും ചെയ്യാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്ൻ. അത് കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം, ആ സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? വലാ യസ്അലു. സഅല യസ്അലു എന്ന് വെച്ചാൽ എന്താണ്? ചോദിച്ചു എന്നാണ്. സുആൽ, ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പദം സൂറത്തുൽ ഖലമിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ യസ്അലു, ലാ യസ്അലു, വലാ യസ്അലു, ചോദിക്കുകയുമില്ല. ലാ യസ്അൽ, ലാ വരുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വന്നു. അതോടൊപ്പം തന്നെ ലാ യസ്അലു, ചോദിക്കുകയുമില്ല. ഹമീമുൻ. ഹമീം എന്ന് വെച്ചാൽ ഉറ്റ ബന്ധുവിനാണ് ഹമീം എന്ന് പറയാം. ഏറ്റവും അടുത്ത ഫ്രണ്ട്, സുഹൃത്ത്, അതേപോലെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആള്, അതിനൊക്കെയാണ് ഹമീം എന്ന് പറയാം. അപ്പൊ വലാ യസ്അലു ഹമീമുൻ, ഒരു ഉറ്റ ബന്ധുവും എന്താവൂല? ചോദിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ചോദിക്കുകയില്ല. ഹമീമൻ, മറ്റൊരു ബന്ധുവിനോട്. ഇപ്പൊ ഒരു ഉറ്റ ബന്ധു, ഏറ്റവും ആത്മാർത്ഥമായി കിടക്കുന്ന ഒരു ബന്ധു പോലും മറ്റൊരു ബന്ധുവിനോട് യാതൊന്നും എന്ത് ചെയ്യൂല? ചോദിക്കുകയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാനോ പറയാനോ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പിന്നെ നേർക്ക് അവർ കണ്ടാൽ പോലും അവരെന്താണ്? അവർക്ക് പരസ്പരം സംസാരിക്കാനോ കാര്യങ്ങളോ കഴിയില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ പരസ്പരം ശത്രുക്കളായി തീരും. ഇല്ലൽ മുത്തഖീന, മുത്തഖീങ്ങൾ ഒഴികെ. അപ്പോൾ ആർക്കും ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ പറ്റാത്ത അതിഭീകരമായ ഒരു സാഹചര്യമാണ് അന്ന് നിലകൊള്ളുന്നത്. ഒരു ആളും ഒരാളോടും ഒരു കാര്യത്തെക്കുറിച്ചും പറയാനോ ഉണ്ടാനോ ചോദിക്കാനോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനോ ഇതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യവും ഒരിക്കലും ഉണ്ടായിത്തീരുന്നില്ല എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യസ്അലു ഹമീമുൻ ഹമീമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പരലോകത്തേക്ക് എത്തിച്ചേരുന്ന സമയത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പറഞ്ഞ ഈ കാഫിര്യങ്ങളായ ആളുകളൊക്കെ പല അർത്ഥത്തിലും എന്തായിട്ടുണ്ടായിരുന്നു? എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇസ്ലാമിനെ, അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിനെ ഒക്കെ നേരിടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവരുടെ ഒരു കഴിവും ഒരു ശക്തിയും ഒന്നും ലിൽ കാഫിരീന ലൈസ ലഹു ദാഫി, അവർ ചോദിച്ച ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് അതിനെ തടയിടാൻ, അതിനെ പിടിച്ചു വെക്കാൻ, അതിൽ നിന്ന് ഓടി ഒളിക്കാൻ, മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അതിനെ വേറെ രൂപത്തിലാക്കി തീർക്കാൻ ഒന്നും ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, വരാനിരിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് അടുത്തതൊരു എത്രയോ വിദൂരതയിൽ നമ്മൾ കാണേണ്ടതില്ല. അത് വളരെ അടുത്ത് തന്നെയാണ്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പ്രവചനങ്ങൾ ഓരോന്നും നമ്മൾ പുലർന്നും മനസ്സിലാക്കിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്.
കൂടുതൽ കൂടുതൽ വിനയാന്യതരാവാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒരു കഴിവും മനുഷ്യൻ്റെ എന്തെല്ലാം തരത്തിൽ എന്തൊക്കെ അവൻ പറഞ്ഞാലും അഹങ്കരിച്ചാലും ഒന്നും നമ്മളെ കയ്യിലില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും. ഇൻഷാ അല്ലാ നമുക്കിന്ന് അവിടെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇൻഷാ അല്ലാ പിന്നെ നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിക്കും. നമ്മൾ വെക്കേഷൻ ശേഷം അടുത്ത മാസം മുതൽ തുടങ്ങണം എന്നുള്ളത് ഇൻഷാ അല്ലാ. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിന് ഒരു പരുക്കും പറ്റാതെ അള്ളാഹുവിനും കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിനുള്ള ചെറിയ ശ്രമങ്ങളാണല്ലോ നമ്മൾ ഈ സമയങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഖുർആൻ അത് നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഈമാൻ കൂടി കൂടി വരണം. അള്ളാഹുവിനെ കുറിച്ച് പിന്നെ വളരെ മോശമായ രൂപത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയുമ്പോഴൊക്കെ തന്നെ ഇത്തരം ആളുകൾക്ക് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ഇൽമ് നമ്മൾ സമ്പാദിക്കണം. അവർ പറയുന്ന ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ ഇത്തരം ഖുർആനിൻ്റെ പഠന ക്ലാസ്സുകളിൽ നമുക്ക് സാധിക്കണം. അള്ളാഹു കൂടുതൽ ഈമാനും തഖ്വയും ഇൽമും ഒക്കെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പോരായ്മകൾ വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ വയനാട്ടിലുള്ള ആ സഹോദരങ്ങൾ, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അവിടെയുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ നഷ്ടപ്പെട്ടതിനൊക്കെ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു പരലോകത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين ورحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.